പഞ്ചായത്തിലെ മെഴുകുംപാറ ആലിൻചൂടിലെ പുതിയ ഉന്നതിയിൽ താമസിക്കുന്ന ഓമന മണിക്കുട്ടൻ ദമ്പതികളുടെ ജീവിതം കഴിഞ്ഞ 3 വർഷമായി ഇരുട്ടിലാണ്. സർക്കാർ നൽകിയ വീടാണെങ്കിലും വൈദ്യുതി കണക്ഷൻ, കുടിവെള്ളം, റോഡ് സൌകര്യം ഒന്നും ലഭ്യമല്ല. മക്കളുടെ പഠനം മുടങ്ങരുതെന്ന ആഗ്രഹത്താലും താമസിക്കുവാൻ മറ്റൊരു വീട് ഇല്ലാത്തതിനാലും എല്ലാ പ്രയാസങ്ങളും സഹിച്ച് ഇവിടെ കഴിയുകയാണെന്ന് ഓമന പറഞ്ഞു. ഞങ്ങള് 3 കൊല്ലം ഇവിടെ വന്ന് താമസായിട്ട് ഇവിടെ കറണ്ടില്ല, വെള്ളമില്ല. പിന്നെ ഈ വീട്ടുകാരൊന്നും ഒരാളും വരുന്നില്ല, വെള്ളം കറണ്ടില്ല, അതുകൊണ്ട് വരാത്തത്. റോഡ് മോശമാണ്, കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണ്. ഞങ്ങൾ മെഴുകുതിരി കത്തിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കല്. ഇതൊരാൾ ഇവിടെ തിരിഞ്ഞു നോക്കണില്ല. എത്രാമത്തെ വാർഡാ ഇവിടെ? 4ാമത്തെ വാർഡൊക്കെ ഒന്നുണ്ട്. 4ാമത്തെ വാർഡ്. ഞങ്ങള് വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ഒന്നും അറിയില്ല. എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? ഇപ്പൊ ഞങ്ങൾ 3 വർഷമായി വന്നിട്ട്. 3 വർഷം. ഇനി അടുത്ത കൊല്ലം പറഞ്ഞ 4 വർഷമായി. ഈ 3 വർഷമായിട്ട് ഇവിടെ കറണ്ടിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇല്ല, അങ്ങനെയൊന്നും ഒരാൾ വന്ന് ചോദിക്കലും ഇല്ല, പറയലില്ല. ഞങ്ങൾ കുറെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മെമ്പർമാരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ട് കറണ്ട് ഇല്ല, കുട്ടി പഠിക്കുന്ന കുട്ടികളാണ്, കുറെ പറഞ്ഞു. ഒരാള് ഇതിന് തിരിഞ്ഞു നോക്കണില്ല. കറണ്ട് കണക്ഷൻ ഇല്ലാത്തതിനാൽ മൊബൈൽ ഫോണിന്റെയും ടെലിവിഷന്റെയും ഉപയോഗമില്ലാത്തതും വഴി സൌകര്യമില്ലാത്ത ബുദ്ധിമുട്ടും ഓമന പറയുന്നത് ഏറെ വിഷമകരമാണ്. ഇപ്പൊ നമുക്ക് എന്ത് വിവരങ്ങൾ അറിയാനും മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടിവിയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുമല്ലോ, വാർത്തകൾ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ഇത്തരം ഒരു കറണ്ട് ഇല്ല അല്ലെങ്കിൽ ഇതുപോലെ ഇത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഫോണോ അങ്ങനെ എന്ത് ഒന്നുമില്ല. ഞങ്ങള് എന്താ പറഞ്ഞ കറണ്ട് ഇല്ലാത്ത കാരണം ഞങ്ങൾ ഫോണും ഇല്ല, ഉപയോഗിക്കുന്നില്ല. ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ അപ്പുറത്ത് വീട്ടിൽ ചേട്ടന്മാരുടെ വീട്ടിലെ പോയി ഫോണൊക്കെ കുത്തിയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ എപ്പോഴും കുത്താൻ പറ്റില്ലല്ലോ, കറണ്ട് ഇല്ലാത്ത കൊണ്ട് ഞങ്ങൾ പിന്നെ ഫോണും ഉപയോഗിക്കാൻ നിന്നു. പിന്നെ പെട്ടെന്ന് അങ്ങനെ വിളിക്കാനുള്ള ഫോൺ എന്താ കറണ്ട് ഇല്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ ഫോൺ വാങ്ങാതെ നിൽക്കുന്നത്. വോട്ട് ചോദിച്ചു വന്നാൽ കൊടുക്കില്ല. ഞങ്ങൾ പലതവണ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടും വേണ്ട നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നും ഓമന ചോദിക്കുന്നു. കുട്ടികളെ വൈകുന്നേരമായാൽ പുറത്തേക്ക് ഇറക്കുവാൻ കൂടി ഭയമാണ്. ഈ ആളൊഴിഞ്ഞ കാട്ടിൽ വല്ല പുലിയോ മറ്റോ വന്നാൽ എങ്ങനെ അറിയും ഞങ്ങൾ എന്നുള്ള ചോദ്യത്തിന് മറുപടികളില്ല. ഇവിടെ പുലി ഇറങ്ങുന്നുണ്ട്, അപ്പൊ ഇതിന് വെളിച്ചവിടെ ഇല്ല. പിന്നെ എന്തായാലും നിർബന്ധ കാരണം ഞങ്ങൾക്ക് വേണം. പിന്നെ വെള്ളത്തിന്റെ സൗകര്യം ഇല്ല. ഇതൊക്കെ വെള്ളം വേനൽക്ക് വറ്റിപ്പോവും. ഞങ്ങൾ എന്ത് ചെയ്യും? ചത്തു പോവാനാ? ഈ 3 വർഷമായിട്ട് നിങ്ങൾക്ക് കറണ്ട് കണക്ഷൻ ഇതുവരെ എടുത്തു തന്നിട്ടില്ല പറയണല്ലേ? ഇല്ല, പോസ്റ്റ് അടക്കല്ല അവിടെ. ഞങ്ങൾ സ്വന്തം അവിടുന്ന് മാറിയതാണ്. അവിടെ ബുദ്ധിമുട്ടാകും കൂടി ഞങ്ങൾ മാറിയതാണ്, അവിടുന്ന് മാറ്റിയതല്ല. ഇത് വീട് പണി എല്ലാം പൂർത്തിയാക്കിട്ട് വന്നാൽ മതി എന്നാ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ നിൽക്കാനുള്ള ഇതില്ല. പിന്നെ ഇങ്ങനെ ഓരോ കൊല്ലങ്ങളാകുമ്പോ വെള്ളം വരികയല്ലേ, ഞങ്ങൾ ഈ ഇടങ്ങാറും കണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയതാണ്. ഇല്ല, ഞങ്ങള് ഇങ്ങനെ പ്രൊമോട്ടറൊക്കെ വരും, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സൂചിപ്പിക്കലുണ്ട്. പിന്നെ എന്താ ശരിയാക്കാന്നൊക്കെ പറയുന്നുണ്ട്, ശരിയാണെന്ന് മാത്രമല്ല. അവിടെ പദ്ധതിയിൽ പാസ്സായ 11 വീടുകളിൽ 2 വീട്ടിലാണ് താമസക്കാരുള്ളത്. സൌകര്യങ്ങളൊന്നുമില്ലാത്തതിനാൽ മറ്റു കുടുംബങ്ങൾ വീടുകൾ ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് മാറിപ്പോയെന്നും ഓമന പറഞ്ഞു. ഇവിടെ 11 വീടുണ്ട്, ഒരാൾ ഇവിടെ വന്നു വരുന്നില്ല, ഞങ്ങൾ മാത്രം ഇവിടെ താമസവും. ഈ 11 വീട്ടിൽ ഇപ്പൊ ആൾക്കാർ താമസമില്ല? ഇല്ല, ഞങ്ങളിപ്പോ 3 വീടുള്ളൂ. ഇന്നലെ ഒരു കൂട്ടി ഇന്നലെ വന്നിട്ട് പോയി. പിന്നെ ഞങ്ങളുള്ളത് ഇപ്പൊ അവിടുത്തെ വീട്ടിലത്തെ ഏട്ടനും ഞങ്ങൾ മാത്രം തന്നെ ഉള്ളൂ. വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്, കറണ്ടും ഇല്ല, റോഡും ഇല്ല, അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. 4 ചുമർ കെട്ടി നിർത്തിയാൽ പോരാ, അടിസ്ഥാന സൌകര്യങ്ങൾ കൂടി ഒരുക്കണം. അല്ലെങ്കിൽ ജനങ്ങളുടെ ദുരിതം തുടരേണ്ടി വരും. മണ്ണാർക്കാട് തെങ്കര മെഴുകുംപാറ ആലിൻചൂട്ടിലെ ദുരവസ്ഥ നേരിൽ കാണണം. അതിന്റെ തീവ്രത കണ്ടിട്ടും മെമ്പർ ഉൾപ്പെടെ മൌനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓമനയുടെ ഈ ബുദ്ധിമുട്ടും ദുരിതങ്ങളും നമ്മളിപ്പോ കണ്ടല്ലോ. അധികാരികൾ വേണ്ട നടപടി ഇതിൽ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാമറ പേഴ്സൺ അംജദ് ഷാനോടൊപ്പം കൃഷ്ണേന്ദു ഗോപാൽ.